നമസ്കാരം. ഇത് മലപ്പുറത്ത് ജിഹാദികൾ വേട്ടയാടുന്നൊരു ഡോക്ടറുടെ കഥയല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ കഥ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഡോക്ടർ വിഷ്ണു വാസുദേവൻ, ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് തന്നെ ഡോക്ടർ വിഷ്ണു എൻഡോക്രൈനോളജിസ്റ്റ് എന്നാണ്. അന്തസ്രാവ രോഗവിദഗ്ധൻ, ഹോർമോണൽ വ്യതിയാനങ്ങൾ സംബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സകൻ, ഡയബറ്റിസിന് പോലുള്ള രോഗങ്ങളുടെ വിദഗ്ധ ചികിത്സകൻ. അദ്ദേഹം പെരിന്തൽമണ്ണയിലാണ് താമസം. മലപ്പുറത്ത് അൽ ഷിഫ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ അദ്ദേഹം സാധാരണ രോഗസംബന്ധമായിട്ടുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് സാധാരണ പോസ്റ്റ് ചെയ്യാറ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണവിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു യുക്തിവാദിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, അദ്ദേഹത്തിന് സംഘടിതമായിട്ടുള്ള ഒരു മതത്തോടോ ഒരു രാഷ്ട്രീയ സംഘടനയോടോ യാതൊരു അനുഭാവവുമില്ല. യുക്തിവാദിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്, പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവിയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന കൊടുക്കാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പൊതുവെ മുൻപുള്ള പോസ്റ്റുകളിൽ പലപ്പോഴും BJPയെ വിമർശിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും രാജ്യവിരുദ്ധമായിട്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സന്ദർഭവശാൽ നരേന്ദ്രമോദി ചെയ്ത ചില നല്ല കാര്യങ്ങളുടെ പേരിൽ നരേന്ദ്രമോദിയെ അനുകൂലിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതോടുകൂടി അദ്ദേഹം സംഘിയായി മുദ്ര കുത്തപ്പെടുന്നു. സംഘിയായി മുദ്ര കുത്തപ്പെടുക മാത്രമല്ല, അദ്ദേഹം അൽ ഷിഫ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്, ഉടനെ മാപ്പ് വരും തുടങ്ങിയ രീതിയിലുള്ള ജിഹാദി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. ഡോക്ടറുടെ മേലും അൽ ഷിഫ ഹോസ്പിറ്റലിൻ്റെ മേലും ഇത്തരത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രോഗികൾ അങ്ങോട്ടേക്ക് വരില്ല. അദ്ദേഹം തന്നെ അത് സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. മലപ്പുറത്തുള്ള രോഗികളാരും ഇനി എന്നെ കാണാൻ വരില്ല എന്നുള്ള രീതിയിൽ ഭീഷണികൾ വരുന്നു എന്നുള്ള തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൻ്റെ എല്ലാം ചിത്രങ്ങൾ, സ്ക്രീൻഷോട്ടുകൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കൂ. തുടർന്ന് അദ്ദേഹം ഒരു വിശദീകരണ വീഡിയോ പോലെ ചെയ്തിട്ട്, മാപ്പപേക്ഷയല്ല, ഓൾമോസ്റ്റ് ലൈക്ക് ആൻ അപ്പോളജി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം തൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു. പഴയ പോസ്റ്റുകളെല്ലാം, രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പോസ്റ്റുകളെല്ലാം അദ്ദേഹം ഡിലീറ്റ് ചെയ്തു. ആകപ്പാടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇപ്പോൾ ഞാൻ തിരഞ്ഞിട്ട് കാണുവാൻ സാധിച്ചത്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെ തുടർന്ന് രാഷ്ട്രീയ നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, എന്നാലേ അവർക്കൊരു അക്കൗണ്ടബിലിറ്റി വരികയുള്ളൂ, ഉത്തരവാദിത്വം വരികയുള്ളൂ എന്ന് പാറ്റകളെ അഭിനന്ദിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റ് മാത്രം ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം രോഗസംബന്ധമായിട്ടുള്ള ഏതെങ്കിലും വീഡിയോ ചെയ്താലും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഈ ഡയബറ്റിക് രോഗികൾക്ക് ഗ്ലൂക്കോസ് പമ്പ് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളിലായാലും എല്ലാം ഇപ്പോഴും നീ സംഘിയല്ലേടാ, നിൻ്റെ മുഖത്തടിക്കും നേരെ ഞാൻ കണ്ടാൽ, അതിന് അദ്ദേഹം മറുപടി കൊടുക്കുമ്പോൾ, മുസ്ലിം നാമധാരിയെ മാത്രം തിരഞ്ഞുപിടിച്ച് മറുപടി കൊടുക്കുന്ന നീ സംഘി തന്നെയാണ്, നിന്നെ തല്ലിയിട്ട് ജയിലിൽ പോയാലും അന്തസ്സാണ് തുടങ്ങിയ കമൻറ്റുകൾ നിരവധി നമുക്കവിടെ കാണുവാൻ സാധിക്കും. രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ ജിഹാദികളുടെ ശക്തമായ സൈബർ ആക്രമണം, ശാരീരികമായി തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുമെന്നുള്ള ഭീഷണികൾ, ഇവയെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വിഷ്ണു വാസുദേവൻ കനത്ത സമ്മർദ്ദത്തിലാണ് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യില്ലല്ലോ. കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നാം, അങ്ങനെ ഡിലീറ്റ് ചെയ്ത ഭീരുവിനെക്കുറിച്ച് എന്തിനാണ് പറയുന്നത്, എന്തിനാണ് പിന്തുണ കൊടുക്കുന്നതെന്നുള്ളത്. തന്നെയുമല്ല, BJPയെ പലപ്പോഴും എതിർത്തിരുന്ന ഒരാളല്ലേ. മോദിയെ ഒരിക്കൽ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ ഇത്തരക്കാർക്ക് പ്രചാരണം കൊടുക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. കാരണം അതാണ് ഡോക്ടർ വിഷ്ണു വാസുദേവൻ്റെ പ്രസക്തി. എന്നെയും നിങ്ങളെയും നമ്മുടെ ആശയങ്ങളെയും എതിർക്കുന്നവർക്ക് വേണ്ടി വേണം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേണം നാം കൂടുതൽ സംസാരിക്കാൻ. കാരണം ഞാനും നിങ്ങളും അത്തരക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഇല്ലാതാക്കില്ല. അത് സഭ്യമായ ഭാഷയിൽ ഒരു സംവാദത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ, അല്ലാതെ ഇന്നലത്തെ ഒരു നികൃഷ്ടജീവി ജാൻമണി പറഞ്ഞതുപോലുള്ള ആക്ഷേപങ്ങളല്ല. സംവാദങ്ങളിൽ നമ്മുടെ ആശയങ്ങളെ എതിർക്കുന്നവരെ നാം പിന്തുണയ്ക്കുക തന്നെ വേണം. അവരെ പിന്തുണയ്ക്കുന്നവരുടെ ആശയത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് ആ ആശയം പ്രകടമാക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ നാം പിന്തുണയ്ക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ജിഹാദികളും നാമും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് അല്ല, ഒന്ന് തന്നെയാകും. അത്തരത്തിലൊരു വീഴ്ച സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കുണ്ടാകാൻ പാടില്ല, ഭാരതീയ പൈതൃകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കുണ്ടാകാൻ പാടില്ല, ഒരു ഭാരതീയനും ഉണ്ടാകാൻ പാടില്ല. കാരണം
വാളുകളെ നാം തടഞ്ഞത് സംവാദങ്ങളിലൂടെയാണ്. വാളുകൾ നശിപ്പിക്കുവാൻ ശ്രമിച്ച നമ്മുടെ പൈതൃകത്തെ, സംസ്കാരത്തെ, നമ്മുടെ ഇതിഹാസങ്ങളെ, നമ്മുടെ പുരാണ ചരിത്രങ്ങളെ നാം സംരക്ഷിച്ചത് സംവാദത്തിലും വാഗ്വാദത്തിലും വിവാദത്തിലും കൂടിയാണ്. വാമൊഴിയായിട്ടാണ് നാം നമ്മുടെ ചരിത്രം കൊണ്ടുവന്നത്. പുസ്തകങ്ങൾ എരിച്ചപ്പോൾ സ്മൃതികളായിട്ടാണ് നാം നമ്മുടെ ചരിത്രം നിലനിർത്തി ഭാരതീയ സംസ്കാരം എല്ലാ അധിനിവേശങ്ങളെയും അതിജീവിച്ച് ലോകത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്ന ഏക പുരാതന സംസ്കാരമായി നിലകൊള്ളുന്നത്. ജനങ്ങൾ അങ്ങനെയുള്ളൊരു തീരുമാനം കൈക്കൊണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംസ്കാരം കൈക്കൊണ്ട് അതിൽ വിശ്വസിച്ച് അതിലുറച്ചു നിന്ന് ജീവിച്ചതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പൂർവികർ. അതുകൊണ്ട് തന്നെ ഡോക്ടർ വിഷ്ണു വാസുദേവൻ എൻ്റെയും നിങ്ങളുടെയും ആശയങ്ങളെ, നാം ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നയാളാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഷ സഭ്യമാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നാം പിന്തുണച്ചേ മതിയാകൂ. അല്ലാത്ത പക്ഷം ഞാനും നിങ്ങളും പ്രത്യക്ഷത്തിലോ അല്ലാതെയോ ഒളിഞ്ഞോ തെളിഞ്ഞോ നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത് വൃത്തികെട്ട ഒരു ഗോത്രവർഗത്തിൻ്റെ നിയമമാണ്. അവർ പറയുന്ന ശരിയാ നിയമമാണ്. ആ ശരിയാ നിയമത്തിൻ്റെ കീഴിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളില്ല. ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. അതാണ് അവരുടെ പദ്ധതി, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന തത്വം. ഒന്നുകിൽ പ്രവർത്തിക്കുക, പറയുന്നത് ചെയ്യുക, അല്ലെങ്കിൽ മരിക്കുക. എന്തിന് എന്ന് ഉള്ള ചോദ്യം വേണ്ട. അതാണ് ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. ആ രീതിയിലുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ തടസ്സത്തെ നീക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഡോക്ടർ വിഷ്ണു വാസുദേവൻ നാളെ ഒരുപക്ഷെ BJPയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് നരേന്ദ്രമോദിയെപ്പോലും ആശയത്തിൻ്റെ പേരിൽ സഭ്യമായ ഭാഷയിൽ തള്ളിപ്പറഞ്ഞാൽ പോലും ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടത് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ ഗോത്രവർഗ ജിഹാദികൾ കാട്ടുന്ന ഈ മതഭ്രാന്ത് ഏതൊരാളെയും ഡോക്ടർ വിഷ്ണു വാസുദേവൻ എന്നുള്ള പേര് കൊണ്ട് മാത്രം അവർക്കിഷ്ടമില്ലാത്ത ഒരാളെ അനുകൂലിച്ച് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ ഉടൻ സംഖ്യയാക്കിയാലും കുഴപ്പമില്ല, ബഹിഷ്കരിക്കുക, ശാരീരികമായി ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ജിഹാദി നിൻ്റെ തന്ത, ബാക്കിയുള്ളത് നിൻ്റെ തന്തമാരെന്നൊക്കെ. നിൻ്റെയൊക്കെ തന്തമാരാരാണ് എന്നുള്ള അന്വേഷണമാണ് CAA-യിലൂടെയും NRC-യിലൂടെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനികളാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഫ്ഗാനിസ്ഥാനികളാണോ, ബലൂച്ചികളാണോ, അല്ലെങ്കിൽ പേരറിയാത്ത ഏതെങ്കിലും ഉസ്താദുമാരാണോ എന്നുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പകപ്പും പകയും ഒക്കെ നിങ്ങൾക്കുണ്ടാകുമെന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അവർക്കുള്ള മറുപടി. പക്ഷേ മറുവശത്ത് സഭ്യമായ ഭാഷയിൽ നമ്മളോട് സംവദിക്കാൻ ഒരുങ്ങുന്നവർക്ക്, നമ്മെ വിമർശിക്കുന്നവർക്ക് സഭ്യമായ ഭാഷയിൽ, ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അല്ല പറയുന്നത്, സഭ്യമായ ഭാഷയിൽ നമ്മെ വിമർശിക്കുവാനും നമ്മളോട് സംവദിക്കുവാനും ഒരുങ്ങുന്നവർക്ക് മറുപടിയും സഭ്യമായ ഭാഷയിൽ നൽകുക, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുക. അതാദ്യം പറഞ്ഞത് വോൾട്ടയർ അല്ല, ഭാരതീയ സംസ്കാരമാണ്. കൃത്യമായിട്ടൊരു കോട്ടായിട്ട് എഴുതി വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സംവാദങ്ങൾക്ക് ഏറ്റവും വലിയ രൂക്ഷമായ സംവാദങ്ങൾ നടത്തിയത് ഭാരതീയരുടെ മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാൾ ആദിശങ്കരനാണ്. ആദിശങ്കരൻ സംവാദത്തിലൂടെയാണ് സനാതനധർമ്മത്തെ പ്രചരിപ്പിച്ചത്, വളർത്തിയത്. അദ്വൈത സിദ്ധാന്തം, ഇന്നും അദ്വൈത സിദ്ധാന്തത്തിനെ എതിർക്കുന്നവരുണ്ട്. ആദിശങ്കരൻ്റെ ഫാൻസിന് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരുടെ കയ്യും കാലും വെട്ടാൻ മുതിർന്നാൽ ആദ്യം അവരെ തടയുക ആദിശങ്കരൻ്റെ വചനങ്ങൾ തന്നെയായിരിക്കും. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ദ്രാവിഡ പുത്രനാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇന്ന് സനാതനധർമ്മത്തെ ഏറ്റവും അധിക്ഷേപിക്കുന്ന വകുപ്പുകളിൽ അല്ലെങ്കിൽ വർഗങ്ങളിലൊന്നായ ദ്രാവിഡിയൻ സിദ്ധാന്തം എന്ന പേരിന് കാരണക്കാരനായത് ആദിശങ്കരനാണ്. അദ്ദേഹം അതിന് കാരണക്കാരനായത് സംവാദങ്ങളിലൂടെയാണ്. സംവാദങ്ങളിൽ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ശങ്കരൻ തന്നോടും സംവദിച്ച സ്ത്രീകളുടെ, മഹത് രത്നങ്ങളുടെ, വിജ്ഞാനികളായ സ്ത്രീകളുടെ കാൽ തൊട്ട് വന്ദിച്ചിട്ടുണ്ട്. സംവാദങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ സംസ്കാരം. അതുതന്നെയാണ് ഭാരതത്തിൻ്റെ പൈതൃകവും. അതുകൊണ്ട് തന്നെ വിഷ്ണു വാസുദേവൻ എന്ന ഈ ഡോക്ടർ ജിഹാദികളുടെ ആക്രമണത്തിനിരയാകുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പിന്തുണച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ ജിഹാദികളുടെ ആക്രമണത്തിന് ഇരയാകുമ്പോൾ പറയേണ്ട ഒരു കാര്യം, മലപ്പുറം ഒരുത്തൻ്റെയും വാപ്പയുടെ വകയല്ല. ഒരറബിയുടെയും അറബിക്കല്യാണത്തിന് സ്ത്രീധനമായി നൽകപ്പെട്ട ഭൂമിയല്ല മലപ്പുറം. അങ്ങനെയുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. ഡോക്ടർ വിഷ്ണുവിനെ ഉപയോഗിച്ചൊരു സംഘർഷമുണ്ടാക്കുക എന്നുള്ളതുമല്ല ലക്ഷ്യം. നാളെ കൃത്യമായിട്ട് എനിക്കറിയാം, യുക്തിവാദിയും അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ ചായ്വൊന്നുമില്ല, അസംഘടിതമായിട്ടുള്ള ചിന്തകളോടാണ് താല്പര്യമെന്ന് പറയുന്ന അദ്ദേഹം തീർച്ചയായിട്ടും
കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ഒരു അരാജകവാദം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. അരാജകവാദം എന്നുള്ള തെരുവിലെ സംഘർഷത്തെ അദ്ദേഹം ഇന്നേ വരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നതിൻ്റെ ഒരു തെളിവും എനിക്ക് കിട്ടിയിട്ടില്ല. മറിച്ച് അക്രമത്തെ വിമർശിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത്. അത്തരത്തിലൊരു അസംഘടിതമായിട്ടുള്ള ചിന്തകളെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ, അസംഘടിതമായിട്ടുള്ളൊരു ബോധ്യമാണ്, ചിന്തകളാണ്, ചിന്താശേഷിയാണ്, അല്ലെങ്കിൽ ചിന്താസരണിയാണ് അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ അതും നാം പിന്തുണയ്ക്കണമെന്നേ. അത്തരത്തിലുള്ള ചാർവാകന് സുഖമാണോ അല്ലെങ്കിൽ ചാർവാകന്മാർക്ക് അയോധ്യയിൽ സുഖമാണോ എന്ന് ഭരതനോട് ചോദിച്ച ശ്രീരാമനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. ചാർവാകന്മാരുടെ ക്ഷേമം നീ ഉറപ്പാക്കണം, പക്ഷേ അവരുമായിട്ട് അധികം സൗഹൃദമൊന്നും വേണ്ട, അവരുടെ ആശയങ്ങളോട് എന്നുള്ള രീതിയിൽ ഭരതൻ ഉപദേശം കൊടുത്ത ശ്രീരാമനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഡോക്ടർ വിഷ്ണു വാസുദേവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ജിഹാദികളെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഷേവ് ഗാസ വിളിക്കുന്നവർക്ക് മാത്രമല്ല ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, അവരെ എതിർക്കുവാൻ നിങ്ങൾ മടിച്ചാൽ, നാളെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പോലും അവർ നിർദ്ദേശങ്ങൾ വെച്ചു തുടങ്ങും, തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും. അത്തരത്തിലുള്ളൊരു ശരിയാ നിയമത്തിൻ്റെ നടപ്പാക്കലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അത് ഒരു സ്ഫോടനാത്മകമായ രീതിയിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു മാധ്യമവും കയ്യിലെടുക്കാത്ത, അവഗണിച്ച് തള്ളിയ ഈ വാർത്ത. ഡോക്ടർ വിഷ്ണു വാസുദേവനുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പരിചയവുമില്ല. ഇന്നൊരു ദിവസമാണ്. സാധാരണ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വീട്ടിലും പ്രായമായ വ്യക്തികളുണ്ട്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എൻഡോക്രൈനോളജിസ്റ്റിനെ പോലുള്ളവരെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ ഇന്നേ ദിവസം വരെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് സന്ധ്യ മയങ്ങി തുടങ്ങുന്നത് വരെ, ഡോക്ടർ വിഷ്ണു എൻഡോക്രൈനോളജിസ്റ്റ് എന്നൊരു ഫേസ്ബുക്ക് ID ഞാൻ കണ്ടിട്ടേയില്ല. ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടതിന് പിന്നാലെ 1-2 മണിക്കൂർ ആ ID-യിൽ തന്നെ ഞാൻ ചിലവഴിച്ചു. അദ്ദേഹം പൊതുവായി ഇടുന്ന പോസ്റ്റുകളെല്ലാം രോഗത്തെയും രോഗസംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചും, എന്തിന് ഹോമിയോപ്പതിയെപ്പോലും ഒരു നിഷ്പക്ഷമായിട്ടുള്ള വിമർശന വിശകലന വീക്ഷണകോണിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഹോമിയോപ്പതിയെ പൂർണ്ണമായി തള്ളിപ്പറയാതെ, എന്നാൽ അതിൻ്റെ ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതൊക്കെ പരിശോധിച്ച് അത്തരത്തിലുള്ള വീഡിയോകളാണ് അദ്ദേഹം ചെയ്യുന്നത് സാധാരണ. അത്തരത്തിലുള്ള വീഡിയോകളുടെ താഴെ പോലും നിൻ്റെ മുഖത്തടിക്കും സംഘി എന്നുള്ള രീതിയിൽ അസഭ്യവർഷവും ശാരീരിക ആക്രമണത്തിൻ്റെ ഭീഷണിയും എല്ലാം മുഴക്കുന്ന ജിഹാദികളെ ആശയപരമായി തടയേണ്ടത് നമ്മുടെ കൂടെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ വിഷ്ണു വാസുദേവൻ ഒരു വ്യക്തിയല്ല, ഒരു പരിച്ഛേദമാണ്, ഒരു പ്രതിഫലനമാണ്. ഏത് തരത്തിലാണ് ഈ മലപ്പുറത്തെ എന്തെങ്കിലും പറഞ്ഞാൽ വർഗീയവാദിയാക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ആ പരിപാടി പോലും ഇവർ പലപ്പോഴും കയ്യിലെടുക്കുന്നത് മലപ്പുറത്തെ വർഗീയമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട്, വർഗീയതയുടെ ഒരു കേന്ദ്രമായിട്ട് വളർത്തിക്കൊണ്ട് വരുവാനുള്ള സ്വാതന്ത്ര്യത്തിനാണ്. അവരെ ഈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ദുഷ്ലാക്കോടുകൂടിയുള്ള പ്രവർത്തികളെ മറച്ചു പിടിക്കാനാണ്. സുന്നി ടൈഗർ ഫോഴ്സ് മുതൽ, തിയേറ്ററുകൾക്ക് തീവച്ച സുന്നി ടൈഗർ ഫോഴ്സ് മുതൽ പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ നിന്നും വാർത്തകളിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള ജിഹാദികളുടെ സമ്മർദ്ദങ്ങളെയും ആക്രമണങ്ങളെയും നമ്മുടെ നേരെ അല്ലല്ലോ എന്ന് കണ്ട് നാം അവഗണിച്ച് ഒരു ദീർഘനിശ്വാസം വിട്ട് കടന്നു പോയത് കൊണ്ട് തന്നെയാണ്. ഇനി അതിനുള്ള സമയമില്ല. കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലം ഒരുപക്ഷെ അടുത്തൊരു 20-25 വർഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞു പോയേക്കാം. പോട്ടെ, ഒരു 60 വർഷങ്ങൾ കൂടി എൻ്റെ പ്രായത്തിലുള്ളവർ ജീവിച്ചേക്കാം. അതിനുമപ്പുറത്തേക്കുള്ള തലമുറകൾ നമ്മുടെ ഭാരതത്തിൽ ഭാരത പൈതൃകത്തിൻ്റെ മഹത്വം അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ, കേരളത്തിലെങ്കിലും അങ്ങനെ ജീവിക്കണമെങ്കിൽ ഡോക്ടർ വിഷ്ണു വാസുദേവന് ഇന്ന് നിങ്ങളുടെ പിന്തുണ ലഭിച്ചേ മതിയാകുകയുള്ളൂ. ഈ ജിഹാദികളെ ആശയപരമായി തന്നെ എതിർത്ത് തോൽപ്പിച്ചേ മതിയാകുകയുള്ളൂ. ഈ നമ്മുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ സംഖ്യയാക്കുമെന്നൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. നാളെ അദ്ദേഹം നമ്മുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞേക്കാം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പിന്തുണ അദ്ദേഹം നമ്മളോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള നാണക്കേടുണ്ടാകുമോ? തീർച്ചയായിട്ടും ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം ഒരുപക്ഷെ ഈ സമ്മർദ്ദം ഒരു പരിധിക്ക് മുകളിൽ വർദ്ധിക്കുമ്പോൾ സംഘികളുടെ പിന്തുണ, RSSകാരുടെ പിന്തുണ എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പരസ്യമായൊരു പ്രസ്താവന ഇറക്കിയേക്കാം. എന്നാലും ഡോക്ടർ വിഷ്ണു വാസുദേവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് വേണം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ. അതാണ് ഈ ജിഹാദികൾക്ക് നൽകുന്ന മറുപടി. കാരണം നീയൊന്നും എത്ര ശ്രമിച്ചാലും നിൻ്റെയൊക്കെ കാട്ടറബി നിയമം ഇവിടെ നടപ്പാക്കുവാൻ സമ്മതിക്കില്ല. അതിനെ തടുക്കുവാൻ കൂരിരുളായാൽ പോലും വെളിച്ചത്തിൻ്റെ ഒരു തിരിയെങ്കിലും മിന്നിക്കുവാൻ ഒരാളെങ്കിലും ബാക്കിയുണ്ടാകുമെന്നുള്ള സന്ദേശം അവർക്ക് കൃത്യമായി നൽകിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തതും ഇത്രയും നേരം. സാധാരണ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റോ ഒന്നും ഞാൻ എഴുതാറില്ല നിങ്ങളുടെ മുമ്പിൽ വിശകലനം ചെയ്യുമ്പോൾ. ഇന്നും എഴുതിയിട്ടില്ല. പക്ഷേ
ഒരു 3 മണിക്കൂറെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി ഡോക്ടർ വിഷ്ണു വാസുദേവൻ്റെ പ്രൊഫൈലിൽ മാത്രം, ഡോക്ടർ വിഷ്ണു എൻഡോക്രൈനോളജിസ്റ്റ് എന്ന ആ പ്രൊഫൈലിൽ മാത്രം ഞാൻ ചിലവഴിച്ചു. ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഞാൻ ഇത്രയും നേരം ചിലവഴിക്കുന്നത് സമീപകാലത്ത് ഇതാദ്യമായിട്ടാണ്. കുറച്ചു കാലം മുമ്പ് വരെ അങ്ങനെയുള്ള ശീലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ച് എഐയുടെ ഒരു ഫാക്ട് ചെക്ക്, മറ്റ് ദേശീയ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അങ്ങനെ മാറി പോകും ഒരു വിഷയത്തിൽ വരുമ്പോൾ. പക്ഷേ ഒരു വിഷയത്തിന് ഇന്നൊരു പ്രൊഫൈലിൽ മാത്രം ഒതുങ്ങി നിന്നത് ഇതാദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഡോക്ടർ വിഷ്ണു വാസുദേവനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് യാതൊരു സഹായവും ചെയ്യേണ്ട. കാരണം അത്യാവശ്യം സാമാന്യം തെറ്റില്ലാത്ത സാമ്പത്തിക ശേഷിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. നാളെ ഒരു പക്ഷേ അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അൽഷിഫ ഹോസ്പിറ്റലിൽ എത്തിയേക്കാം. കാരണം ഈ ജിഹാദികളുടെ സമ്മർദ്ദം ആ രീതിയിലാണ് എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പേളിമാണിയൊക്കെ ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് നേരിട്ട് ആക്രമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ വാടക ഇറക്കും. ഒരു ഡബ്ബിംഗ് മഹതിയെ ഇറക്കിയിട്ടുണ്ട് ഇന്നലെ. ഇന്നൊരു പൊളിഞ്ഞു പാളിസായ ഗായികയെ ഇറക്കിയിട്ടുണ്ട്. ഇവരെയൊക്കെ സൂക്ഷിക്കണം, ഓർത്ത് വയ്ക്കണം. മീഡിയ വൺ നേരിട്ട് ഭീഷണി മുഴക്കിയിട്ടുണ്ട്, നിങ്ങളെയൊക്കെ ഓർത്ത് വയ്ക്കും എന്നുള്ള രീതിയിൽ. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അതിനും അപ്പുറത്തേക്ക് ജിഹാദികൾ നേരിട്ട് കളത്തിലിറങ്ങിയാണ് ഇപ്പോൾ ഡോക്ടർ വിഷ്ണു വാസുദേവനെ ഭീഷണിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് നേരെയുള്ള ആ ഭീഷണിക്കെതിരെ ഒരു വാക്കെങ്കിലും ഉരിയാടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തത്. കാരണം ഡോക്ടർ വിഷ്ണു വാസുദേവന് എൻ്റെയോ നിങ്ങളുടെയോ തത്വമൈ ന്യൂസിൻ്റെയോ BJPയുടെയോ RSSൻ്റെയോ പിന്തുണ വേണ്ട എന്ന് നാളെ പറയേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഈ ജിഹാദികൾ അതിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. പക്ഷേ നാളെ ഒരു പുതിയ വിഷ്ണു വാസുദേവൻ ഉണ്ടാകരുത്. ഉണ്ടാക്കുന്നതിന് മുൻപ് ഇവർ 2 വട്ടം ആലോചിക്കണം. അല്ലെങ്കിൽ ഡോക്ടർ വിഷ്ണു വാസുദേവന്മാർക്ക് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ഉറപ്പുണ്ടാകണം. ഞാൻ എൻ്റെ അഭിപ്രായം സ്വതന്ത്രമായി പ്രകടിപ്പിച്ചാൽ എന്നെ പിന്തുണയ്ക്കുവാൻ രാഷ്ട്രബോധമുള്ള ഒരു കൂട്ടം പൗരന്മാർ ഈ രാജ്യത്തുണ്ട്, ഈ സംസ്ഥാനത്തുണ്ട്. കേരളം മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭാരതത്തിൻ്റെ ഭാഗമാണ്, അതിനൊരു സംശയവും വേണ്ട. വിശാലമായ ഭാരത ഭൂഖണ്ഡത്തിൻ്റെ ഒരു ചെറുതരി മാത്രമാണ്, ആ സംസ്കാരത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അത് ഒരു ജിഹാദിക്കും പണയം വയ്ക്കാനുള്ളതല്ല. അതിനുള്ളൊരു ഉദാഹരണമാണ് വിഷ്ണു വാസുദേവനെ നാം കൊടുക്കുന്ന പിന്തുണ എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ പ്രേക്ഷകരോട് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ കാണിച്ചു. ഡോക്ടർ വിഷ്ണു വാസുദേവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുക. ആശയങ്ങളാലാണ് പിന്തുണ നൽകേണ്ടത്. അല്ലാതെ നരേന്ദ്രമോദി ഡോക്ടറെ നോക്കിക്കൊള്ളും, അമിത്ഷാ ഡോക്ടറെ നോക്കിക്കൊള്ളും, രാജീവ് ചന്ദ്രശേഖരൻ നോക്കണം, ഇതൊന്നുമല്ല പിന്തുണ. ഡോക്ടറുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഒരു വരി മതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ബാക്കിയുള്ള ജിഹാദികളോട് പോയി പണി നോക്കാൻ പറയൂ എന്നുകൂടി ചേർത്താൽ വളരെ നല്ലത്. മലപ്പുറവും പെരിന്തൽമണ്ണയും ഒന്നും ഒരു കാട്ടറബിയും സൃഷ്ടിച്ചെടുത്ത സമുദായങ്ങളോ സിവിലൈസേഷനുകളോ അല്ല. ആ സമൂഹം ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇന്ന് തലവെട്ടണ്ട തൊലി വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ ഭീരുക്കളുടെ പിൻഗാമികൾ അവിടെ കിടന്ന് പുളയ്ക്കുന്നത് പോലും പല സാഹചര്യങ്ങളിൽ പുറത്തുനിന്ന് വന്ന അധിനിവേശ മതങ്ങളെപ്പോലും സ്വാംശീകരിച്ച് ഉൾക്കൊള്ളുവാനുള്ള ഭാരതീയരുടെ മനസ്സുകൊണ്ടാണ്. അധിനിവേശകരെ എല്ലാം ഒരു കാലത്ത് തൂത്തെറിഞ്ഞു കഴിഞ്ഞ് അവർക്കെതിരെ പോരാടി നിന്നതിന് ശേഷവും അവരുടെ മിച്ചവും ബാക്കിയായി നിന്ന ഭീരുക്കളുടെ പിൻഗാമികളെ ഭാരതീയ പൗരന്മാരായി വളർത്തി ഒടുവിൽ അവന്മാർക്ക് പുളപ്പ് കൂടിയപ്പോൾ ഒരു പ്രത്യേക രാജ്യം തന്നെ വിഭജിച്ച് നൽകി. പിന്നെയും കുറേ എണ്ണത്തിന് ഇവിടെ ചുമന്നുകൊണ്ടിരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വം തന്നെയാണ്. ഒരു പരിധിവരെ ഗതികേടുമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം നാം ഭരിക്കാൻ തൊലി വെളുത്ത ദൊരമാർ പോയി തൊലി കറുത്ത കുറേ ദൊരമാരെ ഭരിക്കാൻ നാം ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ആ ഭരണം അവർ തന്ത്രപൂർവ്വം പിടിച്ചെടുത്തു. അത്തരത്തിലുള്ളൊരു ഗതികേടും കൂടിയുണ്ട്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ പണ്ടേ പറഞ്ഞതാണ്, എല്ലാത്തിനെയും കൂടി തൂത്തുകൂട്ടിയെടുത്ത് പാകിസ്ഥാനിലേക്ക് വിട്ടേക്കൂ, എന്നാൽ മാത്രമേ ഭാരതത്തിന് സമാധാനമായിട്ട് ഭാരതീയ സംസ്കൃതിക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹിന്ദു മതത്തിനെ അദ്ദേഹം എതിർത്തിരുന്നു, പക്ഷെ ഭാരതീയ സംസ്കാരത്തെ അദ്ദേഹം ഒരിക്കലും എതിർത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈദേശികമായ ഇത്തരത്തിലുള്ള അക്രമകാരികളെ എതിർക്കേണ്ടതും ആശയപരമായി എതിർത്ത് തോൽപ്പിക്കേണ്ടതും ഡോക്ടർ വിഷ്ണു വാസുദേവനെ പോലുള്ളവരെ പിന്തുണയ്ക്കേണ്ടതും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ച് അതിനെ നിലനിർത്തേണ്ടതും എൻ്റെയും നിങ്ങളുടെയും ഭാരതത്തിൻ്റെയും ആവശ്യമാണ്. ഈ വിഷയത്തിൽ തൽക്കാലം അത്രമാത്രം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഡോക്ടർ വിഷ്ണു വാസുദേവന് നിങ്ങളുടെ ആശയങ്ങളുടെ പിന്തുണ നൽകുക.
ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ. അത് നമുക്കെതിരാണെങ്കിൽ പോലും സഭ്യമായ ഭാഷയിലുള്ള സംവാദങ്ങൾ തുടരട്ടെ. ഞാൻ എപ്പോഴും സഭ്യമായ ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്നല്ല പറയുന്നത്. ഒരു കണ്ണാടി പോലെയാണ് ഞാൻ വലിയൊരു സംവാദകനല്ല. ഞാൻ എന്നെ തന്നെ കാണുന്നത് വിമൽകുമാറായിട്ടാണ്, ഒരു വിശകലന വിദഗ്ധനായിട്ടാണ് എന്ന് വേണമെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് ഒരു സംവാദത്തിന് ഞാൻ മുതിരുമ്പോൾ, ഏതെങ്കിലും ഒരു സംവാദവേദിയിൽ നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അസഭ്യമായൊരു ഭാഷ പോലും എൻ്റെ എതിരാളിക്കെതിരെ ഞാൻ ഉപയോഗിക്കാറില്ല. ആശയങ്ങൾ കൊണ്ട് മാത്രമേ പോരാട്ടം ഞാൻ നടത്താറുള്ളൂ സംവാദങ്ങളിൽ. അങ്ങനെ വേണം അഭിപ്രായ സ്വാതന്ത്ര്യം നാം നിലനിർത്താൻ. ഡോക്ടർ വിഷ്ണു വാസുദേവൻ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇത്രയും കുറഞ്ഞ നേരം കൊണ്ട് 3 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ചിലവഴിച്ചതിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. നിങ്ങളും ആ പ്രൊഫൈലിൽ സമയം ചിലവഴിക്കൂ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കൂ, അദ്ദേഹത്തിൻ്റെ ഭാഷ കേൾക്കൂ, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന, ശാരീരികമായി ആക്രമിക്കുമെന്ന് പറയുന്ന ജിഹാദികളുടെ ഭാഷ കാണൂ, വായിക്കൂ. നിങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരൂ. ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ ബോധ്യത്തിൻ്റെ പുറത്താണ്. നിങ്ങൾ ചിന്തിച്ചൊരു തീരുമാനത്തിലെത്തുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.